ആരെ അറിയിക്കാൻ നടക്കായിരുന്നു ഡോക്ടർ? അതിന് ഇയാൾക്ക് എന്ത് അസുഖമാണെന്നാണ് മിസ്റ്റർ വർമ്മ പറയുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഡോക്ടർ. ചുമ്മാ മനുഷ്യരെ പേടിപ്പിക്കാൻ. 2-3 ദിവസമായി പുള്ളിക്കാരത്തേക്ക് വലിയ ചേഞ്ചാ. അതെ, കൂടുതൽ ശ്രദ്ധിക്കുന്നുകൊണ്ടുള്ള തോന്നലാ. വേണ്ട, ഞാൻ എടുക്കാം. ഹലോ, ഞാൻ വിനോദാണ്. വിനോദ്, ദിസ് ഈസ് 6164. നിങ്ങൾക്ക് ആരെയാ വേണ്ടത്? ആരാ? ഏതോ ഒരു വിനോദ്. റോങ് നമ്പറാ. എങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. മോളെ കോൺവെന്റ് ഡ്രോപ്പ് ചെയ്യേണ്ടതാ. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. ആ, ശ്രീദേവി, ആളുകളെ ചുമ്മാ പേടിപ്പിക്കരുത്. വേഗം വരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വരണ്ടുപോയി. ഐ എം ഓൾ റൈറ്റ് ഡോക്ടർ. വരട്ടെ. ആ, ഹലോ, റോങ് നമ്പർ. എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടു. ഞാനും താനും തമ്മിലുള്ള അനശ്വരമായ പ്രേമം ഹൈസ്കൂൾ മുതൽ ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഞാൻ തന്നെ കല്യാണവും കഴിക്കുന്നു. ആരോ മുതലാളിയെ കാണാൻ വന്നിരിക്കുന്നു. മുതലാളി എന്നെയോ ചോദിച്ചാ ഇവിടെ ഇല്ല, പുറത്ത് പോയിരിക്കാണെന്ന് പറഞ്ഞു. എന്താ വിശേഷിച്ച്? ശ്രീദേവി ഉണ്ടോ? മുതലാളിയില്ല, കൊച്ചമ്മയില്ല, പുറത്തു പോയി. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. കൂനി വിറയ്ക്കാതെ അയാള് പോയി. താനിന്നനാ തന്നന്നനാ താനിന്ന തനനാ. എന്റെ കുഞ്ഞെവിടായോ? രാജപ്പ, വരണം സാർ.
സാറേ ഇവിടെ മുകളിലുണ്ട്, വരൂ. എന്തൊരു വിളിരപ്പോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഓ, ഇന്ന് ശനിയാഴ്ചയാണല്ലോ. എസ്റ്റേറ്റിലേക്ക് പോകണമല്ലേ? ജഗദീഷിന് ബുദ്ധിമുട്ട് തന്നെ. അതല്ലേ ഞാൻ പറഞ്ഞത് ഞാനും കൂടെ വരാമെന്ന്. അവിടെ കയറ്റവും ഇറക്കമൊക്കെയാ, ശ്രീദേവിക്ക് സാധിക്കില്ല. ബുദ്ധിമുട്ടൊന്നുമില്ല മാഡം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം എസ്റ്റേറ്റിൽ കൊണ്ടുപോകാൻ എന്താ പ്രയാസം? ജഗദീഷ് ആയതുകൊണ്ടാ എനിക്കൊരു സമാധാനം. ഏതായാലും ഇന്ന് പോകണ്ട. ഇന്ന് അവിടെ പ്രത്യേകിച്ച് ആരുമില്ല. അതെന്താ? ഇന്ന് നാളേക്ക് ലീവല്ലേ? ഓ, അത് ശരി. എനിക്ക് ലീവ് ചോദിക്കാനാ ഞാൻ വന്നത്. എന്തു പറ്റി ജഗദീഷ്? വീട്ടിൽ നിന്ന് അമ്മയുടെ എഴുത്തുണ്ടായിരുന്നു, ഒന്ന് അവിടെ വരെ ചെല്ലണമെന്ന്. മാഡം വാങ്ങിക്കൊടുത്ത ഡ്രസ്സിന് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജഗദീഷ് പോയിക്കോ. ശ്രീദേവി, വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. അമ്മയോട് എന്റെ അന്വേഷണം അറിയിക്കണം. ശരി മാഡം. നിക്കൂ, ചായ കുടിച്ചിട്ട് പോവാം. ഒന്ന് നിൽക്കണേ. മുതലാളി ഉണ്ടോ? ഉണ്ട്, മാനേജർ സാറുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ഹലോ, ഞാൻ വിനോദാണ്. സാറും കൊച്ചമ്മയും കൂടെ പുറത്തു പോയിരിക്കുക. നിങ്ങളാരാ? ഞാനിവിടെ നിൽക്കുന്നതാ. എന്നാ നിന്റെ കൊച്ചമ്മയോട് പറഞ്ഞേക്ക് വിനോദ് ഫോൺ ചെയ്തെന്ന്. പറയാം. തീർന്നില്ല. നാളെ ഡിസംബർ 31 എന്റെയും നിന്റെ കൊച്ചമ്മയുടെയും ജീവിതത്തിലെ മറക്കാനാവാത്ത ദിവസം, ഞാൻ ജയിലിൽ പോയ ദിവസം. രാത്രി 12 മണിക്ക് നിന്റെ കൊച്ചമ്മയെ കാണാൻ ഞാൻ വരും. സൗര്യപ്പെട്ട ഭർത്താവിനെ ഉറക്കി കിടത്താൻ പറ. ഭർത്താവുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമല്ല, ഞാൻ വരും. ഈ കൊച്ചമ്മേ, ഇനി സാരി റിസീവറിൽ നിന്ന് മാറ്റിക്കോ. എന്റെ കയ്യിൽ നിന്ന് ഒരു കാലത്ത് നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. വല്ലാതെ വേർത്തല്ലോ. കിച്ചണിലാരുമില്ലേ? ശോഭ പുറത്തു പോയിരിക്കുക. അപ്പോ ഞാൻ ഇനി മറ്റന്നാൾ വരും. ഓക്കെ. വീട്ടിലെല്ലാവരോടും എന്റെ അന്വേഷണം പറയണം. ശരി സാർ.